ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേക്കാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ചെലവ് കുറഞ്ഞൊരു വനില കേക്ക്. നല്ല എളുപ്പമാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം ചെയ്യേണ്ടത്, നമുക്കൊരു മിക്സി ബൗളിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ പഞ്ചസാര ഞാനിവിടെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ എന്താ, ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിൻ്റെ മുകളിലൊരു അരിപ്പയും വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ള ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊരു 3 പ്രാവശ്യം ഇത് അരിച്ചെടുക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ മൈദയുടെ മിക്സ് 3 പ്രാവശ്യം അരിച്ചെടുത്തു. ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് ചെയ്യേണ്ടത്, നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ 3 മുട്ട ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ബീറ്റർ യൂസ് ചെയ്താണ് ബീറ്റ് ചെയ്യണത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ നമുക്കിത് മിക്സി ബൗളിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ അതേ എസൻസുകൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ല പഞ്ചസാര, അത് 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് പഞ്ചസാര ചേർക്കണത്. ഇപ്പം എന്താ, നമ്മുടെ പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു. ഇത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഓവർ ബീറ്റ് ചെയ്യേണ്ട, എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നാൽ മതി. ഇനി അടുത്ത് ചെയ്യേണ്ടത്, നമുക്ക് ഇതിലേക്ക് നമ്മുടെ മൈദയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. 3-4 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുത്തി ഇളക്കണ്ട, ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ മൈദയുടെ മിക്സ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തു. ഇപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഈ കൺസിസ്റ്റൻസിയാണ് കിട്ടിയേക്കണത്. ഇപ്പം നിങ്ങളുടെ ബാറ്റർ കൂടുതൽ തിക്കാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ പാലൊന്നും ഒഴിക്കണില്ല. എനിക്കിവിടെ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആയാൽ മതി. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ട്രേ ഒന്ന് തയ്യാറാക്കി വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 8 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ ആണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഗ്രീസ് ചെയ്യാം. ഓവറായിട്ട് ഗ്രീസ് ചെയ്യണ്ട, അപ്പം നമ്മുടെ കേക്ക് കൂടുതലങ്ങ് ക്രിസ്പി ആയിട്ട് പോകും. സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിലും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെക്കണില്ല. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് കേക്ക് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് 1/2 ടീസ്പൂൺ വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ഒഴിച്ചാൽ മതി. വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ടൂത്ത് പിക്കോ മറ്റോ വെച്ച് നന്നായിട്ടൊന്ന്
ഇളക്കി കൊടുക്കുക. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു അലുമിനിയ പാത്രത്തിലാണ് ബേക്ക് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലോ അതോ അല്ലെങ്കിൽ അടികട്ടിയുള്ള ഏത് പാത്രമായാലും മതി ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യണ പാത്രം ഒരു 10 മിനിറ്റ് മുമ്പ് മീഡിയം ഫ്ലെയിമിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേക്ക് ടിൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാ നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പാത്രത്തിൻ്റെ അകത്തൊരു റിങ്ങും വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. ഇതായിപ്പോൾ നമ്മുടെ കേക്ക് ടിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റോളം നമുക്ക് ഇത് അടച്ച് വെച്ച് കൊടുക്കാം. പാത്രം അടച്ച് വെച്ച് കൊടുത്തു. ഇപ്പോൾ ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് ബേക്കിംഗ് ടൈം വ്യത്യാസം വരാം. കേക്കിന് നല്ലൊരു സ്മെല്ല് വരും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു 30 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബേക്ക് ആയിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ അടച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ കേക്ക് വെച്ചിട്ടൊരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പറ്റിയൊന്നും പിടിക്കണില്ല. നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെളിയിലെടുത്ത് വയ്ക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാറണം. എന്നിട്ട് വേണം ഡീമോൾഡ് ചെയ്യാൻ. അപ്പോൾ അതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് തിളച്ച് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ അതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് ചൂടാറണം. അപ്പോൾ നമ്മുടെ കേക്കും ചൂടാറണം. അതേപോലെ തന്നെ ഷുഗർ സിറപ്പും നന്നായിട്ട് ചൂടാറണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കേക്കിൻ്റെ ചൂട് ഏകദേശം ആറിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് വയ്ക്കാം. ഞാനിവിടെ ഫിയോണയുടെ ക്രീമാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് എടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നമ്മുടെ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്യാം. കേക്കിൻ്റെ സൈഡിൽ കൂടെ കത്തി ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതി. ഇതാ നമ്മുടെ കേക്ക് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഒന്നെടുത്ത് മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 3ആയിട്ട് കട്ട് ചെയ്യണം. മുകൾ ഭാഗം കുറച്ചൊന്ന് പൊന്തി നിൽപ്പുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റാം. ഇനി നമുക്ക് 3ആയിട്ട് കട്ട് ചെയ്യാം. ഇതാ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി രണ്ടാമത്തെ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതാ അടുത്ത പീസും കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഷുഗർ സിറപ്പിൻ്റെ ചൂട് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ചേർത്താൽ പിന്നെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് അങ്ങ് കുതിർന്നു പോകും. നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാ പീസിലേക്കും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുത്തു. കുറച്ചുകൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഞാനൊരു ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്കിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ നടുക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തില്ലേ ആ പീസ് വെച്ച് കൊടുക്കാം.
കുറച്ചുകൂടി ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുവാണ്. ഇതിലേക്ക് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. ആദ്യത്തെ ലെയറിൽ ക്രീം വെച്ച് കൊടുത്തു. ഇത് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഒരു സ്ക്രാപ്പറോ അതുമല്ലെങ്കിൽ പഴയ ATM കാർഡോ ഏതായാലും മതി. അപ്പോൾ അതാ ആദ്യത്തെ ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. കുറച്ചുകൂടി ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇതിലും ഇനി ക്രീം വെച്ച് കൊടുക്കാം. ലെവലാക്കി കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത ലെയർ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലും ക്രീം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് സൈഡിലൊക്കെ ഒന്ന് ക്രീം വെച്ച് കൊടുക്കണം. നമ്മുടെ കേക്ക് അത്യാവശ്യം നന്നായിട്ട് ലെവലാക്കി എടുത്തു. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ കുറച്ച് ഫ്ലവർ മാത്രമാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാനൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് കുറച്ച് കളർ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡബിൾ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമ്മുടെ ബാഗ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി ക്രീം വെച്ച് കൊടുക്കാം. നമുക്ക് ആദ്യം ഒരു 2 ലൈൻ വരച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഫ്ലവർ വരയ്ക്കാം. സൈഡിലും വേണമെങ്കിൽ വരച്ച് കൊടുക്കാം. കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാ ഇപ്പം നമ്മുടെ കേക്ക് അങ്ങനെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമല്ല ഉണ്ടാക്കാനാണ്. അപ്പോൾ ക്രിസ്മസിന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ ചിലവ് കുറഞ്ഞൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.